ഇനി നമുക്ക് മുരിങ്ങയിലയും ചക്കക്കുരുവും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ വയ്ക്കാം. ചക്കക്കുരു നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരപ്പിനാവശ്യമായ തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചക്കക്കുരു അരിഞ്ഞതും മുരിങ്ങയില അരിഞ്ഞതും തോരനുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നമ്മൾ കടുക് വറുക്കുന്ന പോലെ എണ്ണയും ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ വേവിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു നമ്മൾ കുറേശ്ശായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് നേരം അത് വെയിറ്റ് ചെയ്യണം. ഒന്ന് മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അത് മൊരിയിക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ തോരൻ ആവശ്യത്തിന് ഉപ്പ് അപ്പോഴാണ് നമ്മളിടുന്നത്. എന്നിട്ടാണ് നമ്മൾ മുരിങ്ങയില ഇടുന്നത്. ഇങ്ങനെ മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. എങ്കിലേ നമ്മൾ ആ മുരിങ്ങയില കട്ട കെട്ടാതെ നമുക്ക് തോരനായിട്ട് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കിയാൽ നമ്മൾ തോരൻ റെഡിയായി. സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.